ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരിയധികം പോഷക ഗുണങ്ങളുള്ള, മിക്കവാറും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു പച്ചക്കറി ഇനമാണ് ചീര. പല ഇനം ചീരകളുണ്ടെന്ന് നമുക്കറിയാം. മയിൽപ്പീലി ചീരയെന്നും പച്ചച്ചീരയെന്നും ചുവന്ന ചീരയെന്നും വ്ളാത്താങ്കര ചീരയെന്നും അങ്ങനെ പല ഇനങ്ങൾ ഉണ്ട്. ചീരയുടെ കൃഷി നമ്മൾ തുടങ്ങുന്നത് ചീരവിത്ത് പാകിയിട്ടോ അല്ലെങ്കിൽ തൈകൾ എവിടുന്നെങ്കിലും വാങ്ങിച്ചിട്ടോ ആണ്. ചീരവിത്ത് പാകാനാണെങ്കിലുണ്ടല്ലോ, ഇതേപോലെയുള്ള ഏതെങ്കിലും ചീരവിത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നേരത്തെ നട്ടു വളർത്തിയ ചീര പഴുത്ത് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വിത്തുകളൊക്കെ ഉണ്ടായി ഉണങ്ങി നിൽക്കുന്ന അവസരമാണെങ്കിൽ അതിൽ നിന്ന് ശേഖരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ പോട്ടിംഗ് മിക്സിനെ ഒരു പാത്രത്തിനകത്തോട്ട് എടുക്കുവേ. ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് നല്ല പോലെ നനച്ചു കൊടുക്കും കേട്ടോ. കാരണം ഇതിനകത്ത് മുഴുവൻ ഭാഗത്തുമുള്ള മണ്ണ് അടിവരെയും നനയണം. അത് നമ്മൾ മനസ്സിലാക്കുന്നത് അടിയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മണ്ണ് മുഴുവനും നനഞ്ഞ് ഇതിനകത്തൂടെ ഇറങ്ങിപ്പോയിട്ടല്ലേ താഴേക്ക് വരുന്നത്. അങ്ങനെ നമ്മളിതിനെ നനച്ച് വയ്ക്കും. അപ്പം നനച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് ഈ ചുവന്ന ചീരയും പച്ചച്ചീരയും അല്ല, സുന്ദരി ചീരയാണ്. ഇതെല്ലാം നമുക്കിവിടെയുള്ള വിത്തുകളാണ്. ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ എത്തിച്ചു തരാവേ. ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ ചീരവിത്ത് എടുക്കുവാണേ. ഇങ്ങനെ നമ്മൾ ചീരവിത്ത് എടുത്തിട്ട് കണ്ടോ, ഇതിലേപോലെ കുറച്ച് വെതറി ഇതിനകത്തൂടെ ഇട്ടോണം കേട്ടോ. അടുത്തടുത്ത് തൈകൾ കിളുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിതുപോലെ ചീരവിത്തിനെ ഇട്ട് കൊടുത്തു. ഇതുപോലെ നമ്മൾ ചീരവിത്ത് പാകിയതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയായിട്ട് കൊടുക്കുന്നത്. എന്നാണെന്നറിയോ, കീടങ്ങളൊക്കെ പിടിക്കാതിരിക്കാനും അതുപോലെ നമ്മുടെ ചീരയുടെ വിത്ത് ഉറുമ്പ് വന്നിട്ട് മുഴുവനും എടുത്തുകൊണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കും. അതിപ്പോൾ ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഇത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണേ. അത് ഞാൻ ഇതുപോലെ കുറച്ചെണ്ണം മുകളിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കും. ഒത്തിരി കനത്തിന് വേണ്ട, കാരണം ചീരവിത്ത് ചെറുതാണല്ലോ. അപ്പോൾ അതിന് ഉൾക്കൊള്ളാനുള്ളത്ര പാകത്തിന് മതി. ഇപ്പം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വെള്ളം തളിക്കുമ്പം ചിലപ്പം ചീരവിത്ത് കാറ്റത്ത് പറന്ന് പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഇതിനെ മാറ്റി വെച്ചിരുന്ന ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇതിനകത്തെ വിത്തുകൾ മുളച്ച് വരും. ഒരു 3 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് കിളുത്ത് വരും. ഇനി നമ്മളിതിനെ ഒരു തണലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. ഇനി മുളച്ച് വരുന്നിടം വരെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് എടുക്കുന്നതിന് പകരം ഉണ്ടല്ലോ, ഞാൻ നേരത്തെയൊക്കെ ചകിരിച്ചോറ് എടുക്കുമായിരുന്നേ. അപ്പോൾ ചകിരിച്ചോറ് എടുത്താലത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിന് വെള്ളത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുതിർത്തതിന് ശേഷം വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ചകിരിച്ചോറിട്ടിട്ട് നനച്ച് വെക്കുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയിട്ട് ഈ ഉണ്ടാകുന്ന തൈകളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആരോഗ്യമുള്ള തൈകളെ കിട്ടാനുള്ളതിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് പോട്ടിംഗ് മിക്സ് ആണ് നമുക്ക് നല്ലത്. ഇപ്പം നമുക്ക് പോട്ടിംഗ് മിക്സ് ആയിട്ട് ഉണ്ടാക്കാനില്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് നല്ല ഇളക്കമുള്ള മണ്ണെടുത്തിട്ട് അതിനകത്ത് വിത്ത് പാകി മുളപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ പോട്ടിംഗ് മിക്സിനകത്ത് കുറച്ച് ദിവസം മുന്നേ പാകി മുളപ്പിച്ച് വെച്ചിരുന്ന ചീരത്തൈകളാണ്. ഇത് ഇത്രയുമെങ്കിലും വലിപ്പമായതിന് ശേഷമാണ് നമ്മൾ മാറ്റി നടുന്നത് നല്ലത്. പെട്ടെന്ന് തന്നെ ഇവർ ആരോഗ്യത്തോടെ വളർന്നു കിട്ടും. നമ്മൾ ഈ ചീരത്തൈകളെ മാറ്റി നടുമ്പോഴുണ്ടല്ലോ, നല്ല വളക്കൂറുള്ള, നല്ല ഇളക്കമുള്ള, നീർവാർച്ചയുള്ള മണ്ണിലേക്ക് വേണം മാറ്റി നടാനേ. പലപ്പോഴും എന്നോട് ആൾക്കാർ വിളിച്ച് പറയാറുണ്ട്, ചീരവിത്ത് പാകി മുളച്ചിട്ട് ആ മുളച്ച പാകത്തിന് 2-4 ഇലകളായതിന് ശേഷം അതേപോലെ തന്നെ നിൽക്കുകയാണ്, വളർച്ചയില്ല, അല്ലെങ്കിൽ മാറ്റി നട്ടിട്ട് വളരുന്നില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മണ്ണ് ഇളക്കമില്ലാത്ത മണ്ണായിരിക്കും, തറഞ്ഞു പോയ മണ്ണായിരിക്കും. അപ്പോൾ ചീരയുടെ വേരുകൾക്ക് പടർന്ന് വളരാനായിട്ട് സാധിക്കാത്തതാണ് അവരുടെ വളർച്ച കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം. ഞാൻ ഈ ചീരത്തൈകളെ ഉണ്ടല്ലോ, ഇതിനകത്തേക്കാണ് മാറ്റി നടാൻ പോകുന്നത്. ഇത് നമ്മൾ നല്ല പോലെ ചാണകപ്പൊടിയും ചകിരിച്ചോറും അതുപോലെ ഉമിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ്. ഇപ്പം നമുക്ക് വാരി നോക്കുമ്പോൾ അറിയാം. കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഇങ്ങനെയുള്ള മണ്ണിനകത്താണ് നമ്മൾ ചീരയെ നട്ടുപിടിപ്പിക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ചീര പറിച്ച് നടാൻ പോവുകയാണേ. ഇത് കണ്ടോ, നമ്മുടെ പാലക്ക ചീര പാകി വെച്ചിരിക്കുന്നതാണേ. കണ്ടോ, മുളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പാലക്ക ചീര പാകി വെച്ച് മുളച്ച് വരുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റുക കേട്ടോ. കണ്ടോ, നല്ലോണം വളരുന്നുണ്ടോ. ഇനി നമുക്ക് ഇത് പറിച്ച് വയ്ക്കാം. അപ്പം ഞാൻ ചെടിച്ചോട്ടി വളർന്നു നിന്നിരുന്ന
2-3 സുന്ദരി ചീരയാണേ, അതിൻ്റെ തൈകൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മളിതിനകത്തുനിന്ന് ചീരവിത്തുകളെ പറിച്ചെടുക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഇത് നല്ല പോലെ നനച്ചു കൊടുക്കണേ. ഇതുപോലെ നമ്മൾ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചീരവിത്തിനെ ഇതിനകത്തുനിന്ന് പിഴുതെടുക്കുമ്പം അതിൻ്റെ വേര് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഏറ്റവും വലുതിനെ ആദ്യം പറിച്ചെടുക്കുവാണ്. ഇത് 2 എണ്ണം ചേർന്നിട്ടാണ് പോകുന്നത്. അതിൻ്റെ വേരൊന്നും ഞാൻ ഇളക്കുന്നില്ല, ഇതിനകത്തേക്ക് തന്നെ നടുവാണേ. അപ്പം ഞാൻ ഇതേപോലെ താഴ്ത്തി വെച്ചിട്ട് നട്ടു കൊടുത്തു, കണ്ടോ. അപ്പം ഞാൻ അതിൻ്റെ തൊട്ടടുത്തോട്ട് ഇതുപോലൊരു സുന്ദരി ചീര നട്ടു കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ മണ്ണ് താഴ്ത്തിയിട്ട് അതിനകത്തേക്ക് നടും. അതുപോലെ ഇനി തൊട്ടടുത്ത് ഇതിനകത്തുനിന്ന് ഒരെണ്ണം കൂടെ പറിച്ചെടുത്തിട്ട് നടാവേ, കണ്ടോ. അപ്പോൾ ഇത്രയും വെക്കാനുള്ള ഇടയെ ഈ ചെറിയ പാത്രത്തിനകത്ത് ഒരു സൈഡിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത്രയും തൈകൾ മാത്രമേ ഇപ്പം മാറ്റി നടുന്നുള്ളേ. എന്നിട്ട് ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി കൂടുതൽ ചെടികൾ ഞാൻ പറിച്ചു മാറ്റി നടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം രാവിലെ ഒരു 10 മണിയോടൊക്കെ അടുത്ത സമയമാണ്. ഇനി നമ്മുടെ പകൽ മുഴുവനും ഇതുപോലെ മാറ്റി നട്ട ചീര ഇവിടെ നിന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിറ്റേ ദിവസത്തേക്കിന് അവർ എഴുന്നേറ്റൊക്കെ നിൽക്കും. എന്നാലും പെട്ടെന്നുണ്ടാകുന്ന ഒരു വാടലിൻ്റെ ഒരു ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ അത് വരാതിരുന്നോട്ടെ എന്നോർത്ത് ഞാൻ 3 എണ്ണത്തിനെയും മാറ്റി നടുന്നുള്ളൂ. ബാക്കി വൈകുന്നേരം ഞാൻ ഇവിടേക്കൊക്കെ മാറ്റി നടും. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം കാണിച്ചു തരാവേ. ചീര മാറ്റി നടാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണേ. അപ്പോൾ നമ്മൾ വൈകുന്നേരം നട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ രാത്രി സമയം ആ വെള്ളത്തിൻ്റെ സാന്നിധ്യം അവിടെ നിൽക്കുന്നത് കൊണ്ട് ചുവട് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ വേര് പെട്ടെന്ന് പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടും. അതേപോലെ നമ്മൾ ഏകദേശം ഒരു 1.5-2 ആഴ്ചയ്ക്ക് മുന്നേ മാറ്റി നട്ട ചീരയാണേ, നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നില്ലേ. അപ്പോൾ ഇതേപോലെ ചീരകൾ നല്ല ആരോഗ്യത്തോടെ പെട്ടെന്ന് വളർന്നു കിട്ടാൻ ഞാൻ ചെയ്ത വളം എന്നതാണെന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാവേ. ഇതെന്നാണെന്നറിയാലോ, ഇത് ശീമക്കൊന്നയുടെ ഇലകളാണേ. ഇതിൻ്റെ നമ്മൾ ഇലകൾ ഓരോന്നായിട്ട് ഇതുപോലെ അടത്തിയെടുക്കണേ, കണ്ടോ. ഇങ്ങനെ നമ്മൾ അടത്തിയെടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറാണേ. ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ, കണ്ടോ. ഈ തളിരില നമുക്കിതുപോലെ അങ്ങ് ഒടിച്ചിടാം, കുഴപ്പമില്ല. ഇതിൻ്റെ ഈ ഒരു കമ്പിൻ്റെ ഇത്രത്തിൻ്റെ ഇലകളും കൂടെ ഞാൻ ഊരിയെടുക്കട്ടെ. ഒത്തിരി കൂടുതലാണ്, ഞാൻ മുഴുവൻ എടുക്കുന്നില്ല. കുറച്ച് ഇലയുടെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പം ഞാൻ ഇതേപോലെ ഇല മുഴുവനും ഊരിയെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ ഈ മുഴുവൻ ഇലകളും എടുത്തിട്ടുണ്ടേ. അതിനെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നു. നിറഞ്ഞ പോലൊക്കെ ഇരിക്കും, ഇത് താക്കുമ്പം തീരെയില്ല കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ. അപ്പം ഞാൻ അരച്ചെടുത്തോണ്ട് പെട്ടെന്ന് വരാം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ, നല്ല പോലെ അരച്ചെടുത്തു, കണ്ടോ. ഇത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുക. അരിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഒഴിക്കുവാണേ, കണ്ടോ. അത് ഞാൻ കഴുകിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ടേ. ഇത് കടലപ്പിണ്ണാക്കാണേ. ഇതുപോലെ ഒരു പിടി കടലപ്പിണ്ണാക്ക് എടുത്ത് വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 2 കൈ കൊണ്ട് കൂട്ടി വാരും ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു കൈക്കകത്ത് എടുക്കുമ്പോൾ എത്ര കയറുന്നുണ്ടോ അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ചെടികൾക്ക് അത്രയുമാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ നല്ല പോലെ കലക്കി നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇല അരച്ചതിനകത്തേക്ക് ഒഴിക്കുവാണേ. അപ്പോൾ ഇത് ഏകദേശം 1 ലിറ്റർ ഉണ്ടേ. ഇതിനെ ഞാൻ 10 ഇരട്ടിയായി 10 ലിറ്ററായിട്ട് നേർപ്പിക്കാൻ പോവുകയാണേ. 10 ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ടുണ്ടേ, കണ്ടോ. ഇതുപോലെ ഏകദേശം വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ നമ്മളിത് നേർപ്പിച്ചെടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ചീരയുടെ ചുവട്ടിലോട്ട് ഇലകളിൽ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇത്രയും വളർന്ന ചീര ആയതുകൊണ്ട് ഞാൻ ഇലകളിലേക്ക് ഒഴിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ചുവട്ടിലേക്ക് നല്ല പോലെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് ഞാൻ ഇന്ന് വിളവെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒഴിക്കുവാണേ. ഇപ്പം നമ്മളിത് ഈ വളം ഒഴിച്ചു കൊടുത്താലത്തെ ഗുണം എന്നാണെന്നറിയോ, ചെടി പെട്ടെന്ന് നല്ല ആർത്ത് വളരും. കാരണം നമ്മുടെ ഈ ശീമക്കൊന്നയെന്ന് പറയുന്നത് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. വേറൊരു ഗുണം കൂടി ഇതിനുണ്ട്. ഈ ശീമക്കൊന്നയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മക്ക് പിടിച്ചൊരു മണമുണ്ട്. നമുക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു മണമാണ്. അപ്പോൾ ഇത്തരത്തിൽ മണമുള്ള ഈ മക്ക് പോലത്തെ മണമുള്ള ഈ വളം നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ചീരകളിൽ കീടങ്ങളുടെ ശല്യവും കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിത് വിളവെടുക്കാം. ചീര നമ്മൾ വിളവെടുക്കുമ്പം അധികം മൂത്ത് പോകാതെ വിളഞ്ഞു പോകാതെ വിളവെടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുപോലെ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്നാണെന്നറിയോ, ഇതിപ്പോൾ ഈ ചീരയാണെന്ന് വിചാരിച്ചു,
ഇതിൻ്റെ ദേ എല്ലാ ഇലകളുടെ ഇടയ്ക്കൊന്ന് വീണ്ടും വീണ്ടും ശിഖരങ്ങൾ കിളുത്തു വരുവാണേ. അപ്പം മണ്ണിൽ നിന്ന് പൊങ്ങി ഒരു 2 ഇലയ്ക്ക് മുകളിൽ വെച്ചിട്ട് മുറിക്കുവാണെങ്കിൽ ദേ ഇപ്പം ഞാനിത് ഇവിടുന്ന് മുറിച്ചു കണ്ടോ. അപ്പോൾ ദേ ഇവിടുന്ന് ശിഖരമുണ്ട്, ഇവിടുന്ന് ശിഖരമുണ്ട്, ഇവിടുന്ന് ശിഖരമുണ്ട്. അതെല്ലാം വീണ്ടും ഇതേ അളവിൽ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായിട്ട് അടുത്ത പ്രാവശ്യത്തേക്കിന് വളർന്നു വന്നോളും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാവേ. കണ്ടോ. അപ്പം നമ്മൾ ഈ പാകത്തിന് ഇതിൽ നിന്ന് എടുക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം ചിലത് ഒരേ ഒപ്പം വളരാതിരിക്കുവേ. അപ്പോൾ അങ്ങനെയുള്ളവരെ അവിടെ അങ്ങ് നിർത്തിയേക്കണം. അത് കൂടുതലും നമുക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ നേരിട്ട് വിത്തുകൾ പാകി മുളപ്പിക്കുന്ന അവസരത്തിലാണ് എല്ലാം കൂടെ ഒരേ വളർച്ചയാകാതെ തിങ്ങി നിൽക്കുന്ന അവസരത്തിൽ അത് മാത്രം വളരാതെയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ അവിടെ നിർത്തിയേക്കണം. അവരടുത്ത പ്രാവശ്യം വളർന്നു വരുമ്പോൾ നമുക്ക് അവരെ മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എന്ത് ഇതിനകത്തുനിന്ന് കണ്ടോ, എനിക്ക് നല്ലൊരു കെട്ട് ചീരയാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പുറകിലും ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇതിനകത്തേയും കൂടെ അങ്ങോട്ട് വിളവെടുക്കുവാണേ. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കൂടെ കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് വിളവെടുക്കുകയാണെങ്കിൽ മാത്രമല്ല നമുക്ക് അവർ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഒരുമിച്ചങ്ങ് വളർന്നു കയറുകയും ചെയ്തോളും. കണ്ടോ, ഇതേപോലെ ഞാൻ എല്ലാത്തിനെയും ഒരുമിച്ച് അങ്ങോട്ട് വിളവെടുക്കാൻ പോവുകയാണേ. അപ്പോൾ പാകത്തിന് ഇവർ അടുത്ത പ്രാവശ്യത്തേക്കിന് വളർന്നു വന്നോളും. ഒരേ ഒപ്പത്തിന് വളർന്നു കയറട്ടെ. അപ്പം നമ്മൾ ചീര വിളവെടുത്തേ. കണ്ടോ, ദേ ഇത്രയും ചീരയാണ് നമുക്ക്. ദേ നല്ലൊരു കെട്ട്, ഒരു കെട്ടല്ല, അത്രയ്ക്ക് ചീര നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 തക്കാളി ഇവിടെ പഴുത്ത് കിടക്കുവാണേ. മേളിലോട്ടൊക്കെ നല്ലോണം തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തക്കാളി നട്ട് വളർത്താൻ പറ്റിയ സമയമാണ്. കണ്ടോ, ഒരു കേടുപാടും ഇല്ല. ആവശ്യത്തിന് കുമ്മായത്തിൻ്റെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കാൽസ്യത്തിൻ്റെ കുറവൊന്നുമില്ല. ഒന്നും പൊട്ടിക്കീറിയൊന്നും പോയിട്ടില്ല. ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കമ്പയിലോട്ടൊക്കെ നോക്കിയേ, കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുകളിലോട്ടൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ തക്കാളിയെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മുകളിലോട്ട് തന്നെ കയറ്റി വിടുവാണേ. കാരണം എനിക്കിവിടെ കമ്പ് കുത്തി കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാണ്. മുകളിലോട്ട് അങ്ങ് പന്തലെ കയറ്റി വിട്ടാൽ അവിടെ കിടന്ന് കായ്ച്ചോളും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പന്തലേ കിടന്ന് കായ്ക്കുന്നത്. ഇവിടെ 5-6 തക്കാളി വിളഞ്ഞിട്ട് താഴേക്കൊക്കെ വീണ് കിടപ്പുണ്ട്. കണ്ടോ, കൊലയോടെ വീണ് കിടക്കുവാണ്. നമുക്കിപ്പം ഇത് ഒത്തിരി വലുതായില്ലെങ്കിലും ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന്. കുറച്ച് ദിവസമായതാണ് ഞാനിത് എടുക്കാതെ കിടക്കുമായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടേ. മുകളിലോട്ട് പോയിരിക്കുന്ന ഒരു തക്കാളിയായിരുന്നു. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ നല്ല മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടേ. കണ്ടോ, ദേ ഈ മുളക് കണ്ടോ. ഈ മുളകിൻ്റെ പേരറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയായിരുന്നേ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുതേ. നമ്മളെപ്പോലെ കൃഷിയൊക്കെ ചെയ്യാനും കൃഷി കാണാനും താല്പര്യമുള്ള കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ഇത് ചീര വളർത്താൻ നല്ല സമയമാണേ. ചീരവിത്ത് പാകാനും മാറ്റി നടാനും ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.